കർത്താവിൽ പ്രിയമുള്ളവരെ, ഉണ്ണീശോയുടെ തിരുപിറവയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാത്തിരിപ്പിന്റെ കാലഘട്ടത്തിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. അന്ധകാരത്തിൽ കഴിഞ്ഞ മനുഷ്യകുലത്തെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കാൻ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ പിറന്നു. എന്നാൽ ഉണ്ണീശോ ഇന്ന് നമ്മുടെ ഹൃദയങ്ങൾ വന്ന് പിറക്കുന്നതിനായി പ്രാർത്ഥിച്ചും നോമ്പു നോറ്റും പുണ്യപ്രവൃത്തികൾ ചെയ്തും ആത്മീയമായി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്മസിന്റെ ചെറിയ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ജ്ഞാനികളുടെ സന്ദർശനത്തെക്കുറിച്ച് നാം കാണുന്നുണ്ട്. ഹെരോദേസ് രാജാവിന്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്തുനിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ജ്ഞാനികളുടെ ദൈവ അന്വേഷണമാണ് ഇവിടെ കാണുന്നത്. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് വഴികാട്ടിയായിരുന്നുകൊണ്ട് ജ്ഞാനികൾ ഉണ്ണിയായി പിറന്ന യേശുവിനെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ച അർപ്പിക്കുകയും ചെയ്തു. ഈ ക്രിസ്മസ് ദിനത്തിൽ നാം ഓരോരുത്തരും ജ്ഞാനികളെ പോലെ ദൈവ അന്വേഷകരായി മാറണം. യേശു തമ്പുരാൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാണ്. അനുദിന വചന വായനയിലൂടെയും ധ്യാനത്തിലൂടെയും അന്വേഷിച്ചറിഞ്ഞ യേശുവിനെ ആരാധനയിലൂടെ നാം മഹത്വപ്പെടുത്തണം. എന്നാൽ ഇന്ന് മനുഷ്യൻ ഭൗതിക സമ്പത്ത് നേടാൻ വേണ്ടി ഓരോ ദിവസവും അധ്വാനിക്കുമ്പോൾ ആത്മീയ സമ്പത്തായി ദൈവത്തെ അന്വേഷിക്കാൻ സമയമില്ല. ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 24-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് ലോകത്തിന്റെ രക്ഷ. അതുപോലെ 7-ാം അധ്യായം 28-ാം വാക്യത്തിൽ ദൈവം എന്തിനേക്കാൾ ഉപരിയായി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. അതിനാൽ ഈ ക്രിസ്മസ് ദിനത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ജ്ഞാനികളായി നമുക്ക് മാറാം. ലോകത്തിന്റെ വ്യഗ്രതയിൽ നിന്ന് ഒഴിഞ്ഞ് അല്പസമയം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാം. പരിശുദ്ധ അമ്മ വചനത്തിന് മുമ്പിൽ തന്നെ സമർപ്പിച്ചപ്പോഴാണ് വചന അമ്മയിൽ മാംസം ധരിച്ചത്. ഈ ക്രിസ്മസ് ദിനം നമ്മുടെ ഹൃദയങ്ങൾ വചനം സൂക്ഷിക്കുന്ന പേടകവും ജീവിക്കുന്ന ദൈവം വസിക്കുന്ന സക്രാര്യമാക്കി മാറ്റാം. എങ്കിൽ മാത്രമേ വചനത്തിന്റെ പ്രകാശം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അന്ധകാരത്തിൽ കഴിയുന്ന മനുഷ്യ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് പരിശ്രമിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.